ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 11-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. നാളത്തെ റേഷൻ വിതരണം സാധാരണത്തെ പോലെ തന്നെയാണ്. ഒട്ടുമിക്ക താലൂക്കുകളിലും റേഷൻ കടകളിലേക്ക് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതാനും ചില താലൂക്കുകളിൽ ലോറി സമരം കാരണം റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്താത്ത ഒരു പ്രയാസമുണ്ട്. അത് പെരിന്തൽമണ്ണ താലൂക്കിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നിലവിൽ ഉണ്ട്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ ചില സ്ഥലങ്ങളിലെങ്കിലും ഭക്ഷ്യസാധനങ്ങളുടെ ക്ഷാമവും ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കടകളിൽ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം കഴിഞ്ഞ മാസത്തെ ബാക്കിയുള്ള സ്റ്റോക്കുകളായിരിക്കും അത്തരം റേഷൻ കടകളിൽ വിതരണം ഉണ്ടാകുക. റേഷൻ ചരക്കുകൾ നീക്കുന്ന ലോറികൾക്ക് അവരുടെ വാടക കൂട്ടി നൽകണം എന്നാവശ്യപ്പെട്ടിട്ടാണ് അവരുടെ സമരം നടക്കുന്നത്. അത് ഏതാനും ചില താലൂക്കുകളിലൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ ഉടൻ തന്നെ പരിഹരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ റേഷൻ വിതരണം സജീവമാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് പറയാനുള്ളത് ഭക്ഷ്യ കിറ്റിന്റെ വിതരണത്തിന്റെ കാര്യമാണ്. ഭക്ഷ്യ കിറ്റിന്റെ വിതരണം നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ശനിയാഴ്ചയോട് കൂടിയിട്ട് അവസാനിച്ചു. ഇനി ഡിസംബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി വാങ്ങാൻ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും റേഷൻ കടയിൽ പോയിട്ട് 16-ാം തീയതി വരെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഭക്ഷ്യ കിറ്റ് വിതരണം ഡിസംബർ മാസത്തേത് വാങ്ങാത്തവർക്ക് പോയിട്ട് വാങ്ങാം. മറ്റേത് ജനുവരി മാസത്തെ എല്ലാവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം റേഷൻ കടകളിൽ നടക്കുന്നുണ്ട്. ചില റേഷൻ കടകളിൽ സ്റ്റോക്കുകൾ എത്താത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോറി സമരങ്ങളാണ്. അപ്പം അതും ഉടൻ പരിഹരിച്ച് ഉടൻ തന്നെ എല്ലാ വിവിധ ഭക്ഷ്യവിഹിതങ്ങളുടെയും വിതരണം ഉടൻ തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ മാസം പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാ ആളുകൾക്കും മണ്ണെണ്ണയുണ്ട്. പക്ഷേ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എല്ലാ റേഷൻ കാർഡുകൾക്കും മണ്ണെണ്ണ ഉണ്ട്. കഴിഞ്ഞ മാസം നീല വെള്ള കാർഡിന് മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല. അത് ഈ മാസം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ള കാർഡുകാർക്ക് 4 കിലോ അരിയുമുണ്ട്. മഞ്ഞ കാർഡുകാർക്ക് പഞ്ചസാരയുണ്ട്. ഇതെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തേണ്ടതുണ്ട്. പല കടകളിലും സ്റ്റോക്ക് ഉണ്ടാകും. സ്റ്റോക്ക് എത്താത്ത കടകളിൽ സ്റ്റോക്ക് എത്തേണ്ടതുണ്ട്. ഈ വക ഭക്ഷ്യവിഹിതങ്ങളെല്ലാം ഈ മാസം ഉണ്ട് എന്ന് അറിയിക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഒപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.